കുഞ്ഞുങ്ങൾ വേണമെന്ന് അതിയായി ആഗ്രഹിച്ചിട്ടും ലഭിക്കാതെ അതിൽ വേദനിച്ചു കഴിയുന്ന ദമ്പതിമാരോടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് പ്രീ മാരേജ് കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇടവക പള്ളിയിലെ വികാരി അച്ഛനെ വേദപാഠം പറഞ്ഞു കേൾപ്പിക്കാൻ പോയ സമയത്ത് അച്ഛൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന്. ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെയായി നല്ലൊരു കുടുംബജീവിതം നയിക്കാനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ഞാൻ ഉത്തരം നൽകി. എന്നാൽ അച്ഛൻ അതിൽ ഒരു തിരുത്ത് നടത്തി. അച്ഛൻ പറഞ്ഞു, വിവാഹത്തിലൂടെ നമുക്ക് ഇണയും തുണയുമായി ഒരു പങ്കാളിയാണ് ദൈവം നൽകുന്നത് എന്ന്. നമ്മുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ആകുലതകളിലും ഉത്കണ്ഠകളിലും ടെൻഷൻസിലും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കാനും നമ്മെ ചേർത്ത് പിടിച്ച് കൂടെ ഉണ്ട് എന്നൊരു ഫീലിംഗ് നമുക്ക് തരാനും ദൈവം നമുക്കൊരു പങ്കാളിയെ നൽകുന്ന കൂദാശയാണ് വിവാഹം എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജീവിത പങ്കാളിയാണ്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. അതിന്റെ ബൈ പ്രൊഡക്റ്റുകൾ മാത്രമാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ജീവിത പങ്കാളി അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ എന്ന വാക്കിൽ തന്നെ അതിന്റെ ആഴമേറിയ അർത്ഥം അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ജീവിതം നാം പങ്കുവെക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ജീവിത പങ്കാളി. സ്ത്രീക്കാണെങ്കിൽ അത് ഭർത്താവും, പുരുഷനാണെങ്കിൽ അത് ഭാര്യയുമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ജന്മം നൽകി സ്നേഹത്തിലും വാത്സല്യത്തിലും നമ്മെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കന്മാര്, നമ്മുടെ ഒപ്പം കളിച്ചും ചിരിച്ചും വഴക്കിട്ടും തമാശകൾ പറഞ്ഞും ജീവിച്ചു വരുന്ന നമ്മുടെ സഹോദരങ്ങൾ, പിന്നീട് വിവാഹത്തിലേക്ക് കടക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ജീവിത പങ്കാളി, പിന്നീട് പരസ്പരമുള്ള സ്നേഹത്തിന്റെ ദാമ്പത്യ വിശ്വസ്തയുടെ പ്രതിഫലനമായി നമുക്ക് ദൈവം നൽകുന്ന കുഞ്ഞുങ്ങള്, പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ മക്കള്, അവരുടെ കുടുംബങ്ങൾ. ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ ചുറ്റുമുള്ളത്, അല്ലെങ്കിൽ നമ്മെ നാം ആക്കുന്നത്, നമുക്ക് കൂടുതൽ ശക്തിയും ഊർജവും ഒക്കെ തരുന്നത്. അങ്ങനെയുള്ള നമ്മുടെ മാതാപിതാക്കന്മാർ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു മാറും. നമ്മുടെ സഹോദരങ്ങൾ പുതിയ ജീവിതവുമായി അവരും മാറും. പിന്നീട് നമ്മുടെ മക്കൾ, അവരും ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ കൂടെ വിട്ട് പുതിയൊരു കുടുംബം തീർക്കാനായി അവരും യാത്രയാകും. പിന്നീട് അവശേഷിക്കുന്നത് നമ്മുടെ ജീവിത പങ്കാളി മാത്രമാണ്. നമ്മുടെ ഏതൊരു അവസ്ഥയിലും, നമ്മുടെ യൗവനത്തിലും നമ്മുടെ വാർദ്ധക്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും നമുക്ക് കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിത പങ്കാളി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിത പങ്കാളിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതും കരുതേണ്ടതും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ് എന്ന് വെച്ച് കുഞ്ഞുങ്ങളില്ലാത്തത് ഒരു വലിയ കുറവായി കരുതേണ്ട കാര്യവുമില്ല. കുഞ്ഞുങ്ങൾ ഉള്ളതിൽ എന്തെങ്കിലും മേന്മയോ അഹങ്കാരമോ ഭാവിക്കുന്നവരുണ്ടെങ്കിൽ ഒറ്റ കാര്യം കേട്ടോളുക, നമുക്ക് കുഞ്ഞുങ്ങളെ തന്ന ദൈവത്തിന് ഇതുപോലെ തിരിച്ചെടുക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട് എന്ന ഒറ്റ കാര്യം ഓർത്താൽ മതി. എന്തെങ്കിലും മേന്മയോ അഹങ്കാരമോ ഉണ്ടെങ്കിൽ അതിവിടെ തകർന്നടിയാൻ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ പറയുമ്പോൾ എളുപ്പമാണ്, ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. ശരിയാണ്, അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നല്ല വേദനയുണ്ട്, സങ്കടമുണ്ട് എന്നുള്ള സത്യം, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്തെങ്കിലും പ്രായോഗികമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ കുറവുകൾ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി നടപ്പിലാക്കുക, അതോടൊപ്പം സർവേശ്വരനോട് പ്രാർത്ഥിക്കുക. ഇത്രയും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാം ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, ബാക്കിയൊക്കെ നമ്മൾ വിട്ടുകൊടുക്കുക. പറഞ്ഞു വന്നത് ജീവിത പങ്കാളിയുടെ കാര്യമാണ്. ജീവിത പങ്കാളി, നമുക്ക് ലഭിക്കുന്ന ഇണയും തുണയുമായ വ്യക്തി, നമ്മുടെ കൂട്ട്, ഇതിനൊക്കെ ഒരു വലിയ അർത്ഥമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ചില പ്രായമായ കാരണവന്മാര് 95 100 വയസ്സ് വരെ സന്തോഷത്തോടെ തന്റെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ കൈകൾ പിടിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഈ കൂട്ടുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഇണ തുണ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആയുസ് പോലും നീട്ടി കിട്ടിയിരിക്കുന്നത്. പരസ്പരം ഒരുപാട് സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ദമ്പതികളിൽ ഒരാൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മറ്റേയാൾ തനിച്ചായി പോയിരുന്ന അവസ്ഥ വളരെയധികം ഭീകരമാണ്. പലപ്പോഴും ഈ വ്യക്തിയും ഉടൻ തന്നെ മരിക്കുന്നതായി കാണാറുണ്ട്. കാരണം അവരുടെ കൂട്ട് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. ഇതിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിലാക്കാം, നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന്. എന്റെ വല്യമ്മച്ചി ഒരു പഴഞ്ചൊല്ല് പറയുമായിരുന്നു, മക്കക്കഞ്ഞി ദുഃഖക്കഞ്ഞി മാപ്പിളക്കഞ്ഞി പാൽക്കഞ്ഞി. അതായത് നമ്മൾ മക്കളെ എത്രയൊക്കെ കൂട്ടി വളർത്തിയാലും അവര് ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ കൂട് വിട്ട് പുതിയ കുടുംബമായി പുതിയ കൂട്ടിലേക്ക് ചേക്കേറും. അതൊരു പ്രകൃതി നിയമമാണ്, അത് അങ്ങനെയും വരും. അതേസമയം നമ്മുടെ മാപ്പിള, അതായത് നമ്മുടെ ഭർത്താവിനെ നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാർദ്ധക്യത്തിലും നമുക്ക് കൂടെ ഉണ്ടാവും. പലപ്പോഴും ഇന്ന് കുടുംബങ്ങളിൽ കാണുന്നത്, മക്കളുടെ ഇഷ്ടത്തിനാണ് ആഹാരം പോലും വെക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതി, കുഞ്ഞുങ്ങൾ കഴിക്കുമല്ലോ എന്ന് കരുതി അവരുടെ ഇഷ്ടത്തിനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. മാതാപിതാക്കന്മാരുടെ ഇഷ്ടങ്ങൾ അവർ മറന്നേ പോകും, കാരണം അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഹിക്കുകയാണ്. എന്നാൽ തന്റെ പങ്കാളിയുടെ ഇഷ്ടമാണ്, തന്റെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടമാണ് ഓരോ വ്യക്തിയും കണക്കിലാക്കേണ്ടത്. കാരണം അവർ മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, നമുക്കൊരു അപകടം വന്നു കഴിഞ്ഞാൽ
നമുക്കൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിത പങ്കാളി മാത്രമാണ്. അപ്പോ വിവാഹത്തിലൂടെ നമുക്ക് ദൈവം തന്ന നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുക, കരുതുക, അവർക്ക് പ്രയോറിറ്റി നൽകുക. അപ്പോ ഈ പ്രൊഡക്റ്റിനെ നമ്മൾ കരുതുമ്പോൾ ദൈവം നമുക്ക് പതിയെ പതിയെ ബൈ പ്രൊഡക്റ്റുകളായി കുഞ്ഞുങ്ങളെ നൽകിക്കോളും. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ സങ്കടപ്പെടാതിരിക്കുക, ചെയ്യാനുള്ളത് ചെയ്യുക, പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കുക, പിന്നീട് സന്തോഷത്തോടെ ഇരിക്കുക. ബാക്കിയെല്ലാം നമ്മൾ വിട്ടുകൊടുക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും തന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? മാതാപിതാക്കന്മാര് മരിക്കുമ്പോഴോ സഹോദരങ്ങളോ മക്കളോ മരിക്കുമ്പോഴോ ഒന്നുമല്ല, തന്റെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്റെ ജീവിത പങ്കാളിയെ, അതിപ്പോൾ ഭാര്യയാവാം ഭർത്താവാകാം, സ്നേഹിക്കുക, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബഹുമാനിക്കുക, വിശ്വസ്തത പുലർത്തുക. മറക്കണ്ട, മക്കക്കഞ്ഞി ദുഃഖക്കഞ്ഞി, മാപ്പിളക്കഞ്ഞി പാൽക്കഞ്ഞി.